Hi everyone. Next ഒരു ഡെഫിനിഷനാണ്. ഡെഫിനിഷൻ ബേസിസിൻ്റെ ഡെഫിനിഷനാണ്. ലെറ്റ് വി ബി എ വെക്റ്റർ സ്പേസ് എ basis for V is linearly independent set of vectors in V which spans the space V. Okay, the space V is finite dimensional if it has a finite basis. ഇപ്പം എന്താണ് ഡെഫിനിഷൻ നോക്കുക. വി എന്നൊരു വെക്റ്റർ സ്പേസ് ഉണ്ട്. ആ വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് ആണ് എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ ഒരു സെറ്റാണ് നമുക്ക് ബേസിസ് ആണെന്ന് പറയാം. ആ സെറ്റ് എന്താവണം? ഫസ്റ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം. രണ്ടാമത് ആ സെറ്റ് എന്നത് നമ്മുടെ വെക്റ്റർ സ്പേസിനെ സ്പാൻ ചെയ്യണം. രണ്ട് കണ്ടീഷനാണ് ബേസിസ് ആവണമെങ്കിലുള്ളത്. ഒന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആവണം. രണ്ടാമത്തെ കണ്ടീഷൻ ആ സെറ്റ് എന്നത് വെക്റ്റർ സ്പേസിനെ സ്പാൻ ചെയ്യണം. അതിൻ്റെ അർത്ഥം എന്താ? വെക്റ്റർ സ്പേസിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും നമുക്ക് ആ സെറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ കഴിയണം. ഓക്കെ, ഇനി ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഫൈനൈറ്റ് ഡയമെൻഷൻ എപ്പോഴാണ് പറയാം? അത് ഫൈനൈറ്റ് ബേസിസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഫൈനൈറ്റ് ഡയമെൻഷൻ എന്ന് പറയും. ഓക്കെ, അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ഇൻഫിനിറ്റ് ഡയമെൻഷനൽ. ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ കഴിഞ്ഞ R3 അതേ സെറ്റുകളെ നമുക്ക് നോക്കാം. അതായത് കൺസിഡർ R3 ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ R. Consider set E1, E2, E3 where E1 is equal to 1, 0, 0, E2 is equal to 0, 1, 0, E3 is equal to 0, 0, 1. ഇപ്പോൾ ഈ മൂന്ന് എലമെൻ്റുള്ള ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് നമ്മൾ കഴിഞ്ഞൊരു എക്സാമ്പിൾ കണ്ടു. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഒന്നാമത്തെ കണ്ടീഷൻ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, അതായത് C1 E1 പ്ലസ് E2 E2 പ്ലസ് C3 E3 ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് C1 ഇൻറ്റു 1 0 0 പ്ലസ് C2 ഇൻറ്റു 0 1 0 പ്ലസ് C3 ഇൻറ്റു 0 0 1 ദാറ്റ് ഈസ് ഈക്വൽ ടു R3 0 ആയതുകൊണ്ട് നമുക്ക് ആ 0നെ 0 0 0 എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് വന്നു? which implies C1, C2, C3 equal to 0, 0, 0 എന്ന് വരും. That means C1 equal to 0, C2 equal to 0 and C3 equal to 0. അപ്പോൾ നമ്മുടെ ലീനിയർ കോമ്പിനേഷൻ എന്നത് ഈക്വൽ ടു 0 എന്നെടുത്തു. നമുക്ക് എന്ത് കിട്ടി? എല്ലാ സ്കേലാസുകളും 0 ആണെന്ന് കിട്ടി അല്ലേ? That means C1 E1 plus E2 E2 plus C3 E3 equal to 0 implies C1 equal to 0, C2 equal to 0 and C3 equal to 0. That means set E1, E2, E3 is linearly independent. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷനായി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ഈ സെറ്റ് എന്നത് നമ്മുടെ വെക്റ്റർ സ്പേസിനെ സ്പാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. സ്പാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്പാൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വെക്റ്റർ സ്പേസിലെ ഏതൊരു എലമെൻറ്റിനെയും നമുക്ക് ആ തന്ന സെറ്റ് കൊണ്ട് സ്പാൻ ചെയ്യാൻ കഴിയണം. അതായത് തന്ന എലമെൻറ്റ് സെറ്റ് കൊണ്ട് സെറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ കഴിയണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ E1 E2 E3 ആണ്. അപ്പോൾ E1 E2 E3 എന്ന ഈ സെറ്റ് കൊണ്ട് വിയിലെ ഏതൊരു എലമെൻറ്റിൻ്റെയും ജനറേറ്റ് ചെയ്യാൻ പറ്റണം, അങ്ങനെയും പറയും.
ഓക്കെ, അതായത് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് ബിയിലെ എല്ലാ എലമെൻറ്റ്സിനെയും എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ R3 എന്നൊരു എലമെൻറ്റ് ചൂസ് ചെയ്യുകയാണ്. ലെറ്റ് x, y, z ബിലോങ്സ് ടു R3. നമുക്ക് എന്ത് വേണം? ഈ എലമെൻറ്റിനെ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റണം. അപ്പോൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ C1 E1 പ്ലസ് C2 E2 പ്ലസ് C3 E3. ഇപ്പോൾ C1 C2 C3 കാണുകയാണ് വേണ്ടത്. അതായത് XYZ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതുക. എന്നിട്ട് C1 C2 C3 കാണും. അപ്പോൾ എന്ത് വരും? C1 × 1 0 0 പ്ലസ് C2 × 0 1 0 പ്ലസ് C3 × 0 0 1. ദാറ്റ് ഈസ് ഈക്വൽ ടു C1 C2 C3 എന്ന് കിട്ടും. അതായത് C1 ഈക്വൽ ടു X, C2 ഈക്വൽ ടു Y, C3 ഈക്വൽ ടു Z അല്ലേ? ഇവിടെ XYZ ആണ് കമ്പയർ ചെയ്യുക. C1 ഈക്വൽ ടു X, C2 ഈക്വൽ ടു Y, C3 ഈക്വൽ ടു Z. ഓക്കെ, അതായത് നമ്മളെ XYZ എന്ന R3 ഒരു എലമെൻ്റ് ഉണ്ടായിരുന്നു. ആ എലമെൻറ്റ് നമ്മൾ C1 E1 പ്ലസ് E2 E2 പ്ലസ് E3 E3 എന്ന് എഴുതുമ്പോൾ നമുക്ക് C1 എന്ത് കിട്ടി? X × E1 പ്ലസ് Y × E2 പ്ലസ് Z × E3 എന്ന് എഴുതാം. ഓക്കെ, അതായത് E1 E2 E3യുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമ്മൾ ആരെഴുതി? R3 എലമെൻറ്റ്സിനെ എഴുതി. സോ E1 E2 E3 സ്പാൻസ്. സോ സെറ്റ് E1 E2 E3 സ്പാൻസ് R3. രണ്ട് കണ്ടീഷനായി ബേസിസിലെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും സ്പാൻ ചെയ്തു. Therefore E1 E2 E3 is a basis of R3 എന്ന് പറയും. basis of R3. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിസ്. ആ ബേസിസിനെ ഇപ്പം ഞാൻ B എന്ന് വിളിച്ചു വിചാരിച്ചു. ഈ ബിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 3 എലമെൻറ്റ്സ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വെക്റ്റർ സ്പേസ് എന്തായി? ഫൈനൈറ്റ് ഡയമെൻഷനിലായി. ഇപ്പോൾ ബേസിസിലെ ഫൈനൈറ്റ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളെ വെക്റ്റർ സ്പേസ് ഫൈനൈറ്റ് ഡയമെൻഷനിലാണ്. ഓക്കെ, അപ്പോൾ ഈ ബേസിസിൽ എത്ര എലമെൻ്റ് ഉണ്ട്? 3 എലമെൻ്റ് ഉണ്ട്. സിൻസ് ബി contains 3 elements, so R3 is finite dimensional vector space. R3 over R എന്ന് വേണമെങ്കിൽ എഴുതാം. R3 over R is a finite dimensional vector space. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഇവിടെ ഈ XE1 പ്ലസ് YE2 പ്ലസ് ZE3 എന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് XYZ തന്നെയാണ് കിട്ടുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ നോക്കാം കേട്ടോ. അതായത് ഇത് പറയുമ്പോൾ X × 1 0 0 0 എന്ന് വരും, Y × 0 1 0 എന്ന് വരും, Z × 0 0 1 എന്ന് വരും. ഇതെന്ത് തന്നെയാണ്? XYZ തന്നെയാണ്. കാരണം X × 1 ഇവിടെ X ഉണ്ടാവും, ബാക്കി 0 വരും. ഇവിടെ Y × രണ്ടാമത്തെ കോർഡിനേറ്റാണ് Y വരിക, ഇവിടെ മൂന്നാമത്തെ കോർഡിനേറ്റ് Z വരും. അപ്പോൾ അതെന്ത് തന്നെയാണ്? XYZ തന്നെയാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിസിനെ കുറിച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ബേസിസ് എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. ആ സെറ്റ് എന്താവണം? ആ വെക്റ്റർ സ്പേസിനെ സ്പാൻ ചെയ്യും വേണം. അങ്ങനെയാണെങ്കിൽ അതൊരു ബേസിസ് ആണെന്ന് പറയാം. അപ്പോൾ നമ്മളെപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ 2 കണ്ടീഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക. ആദ്യം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കും, പിന്നെ അത് സ്പാൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഓക്കെ, ഇനി നമ്മുടെ വെക്റ്റർ സ്പേസിനെ ഫൈനൈറ്റ് ഡയമെൻഷനിലെ വെക്റ്റർ സ്പേസ് എന്ന് പറയുകയാണെങ്കിൽ എന്ത് വേണം? അതിൽ ഫൈനൈറ്റ് ബേസിസ് ഉണ്ടാവണം. നമ്മുടെ വെക്റ്റർ സ്പേസിന് ഫൈനൈറ്റ് ബേസിസ് ഉണ്ടാവണം. അതല്ലെങ്കിൽ അതിനെ ഇൻഫിനിറ്റ് ഡയമെൻഷനൽ എന്ന് പറയും. ഓക്കെ, താങ്ക് യു.